പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെ, നന്മ നിറഞ്ഞ ചിന്തകളോടെ സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ജീവിതത്തില് നല്ല വെയില് ഉണ്ടെങ്കിലാണ് തണലിന്റെ സുഖമറിയുക. നല്ല വിശപ്പുണ്ടെങ്കിലാണ് ഭക്ഷണത്തിന്റെ സ്വാദറിയുക. നല്ല ദാഹമുണ്ടെങ്കിലാണ് വെള്ളത്തിന്റെ മാധുര്യം അറിയുക. ഇതെല്ലാമാണ് ജീവിതം. ദുഃഖേഷു അനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ ഇതരാഗ ഭയക്രോധസ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരാതിരിക്കുക. സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവാതിരിക്കുക. ബന്ധനം, ഭയം, വാശി ഒഴിവാക്കുക. ഇത് ശ്രീകൃഷ്ണ വചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഓരോ മിനിറ്റും എന്തെങ്കിലൊക്കെ കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ പോസിറ്റീവിലേക്ക് നയിക്കുമെങ്കിൽ ഭദ്രം കർണേഭി ശൃണുയാമ ദേവ, ഹേ ദേവ അസ്മാകം കർണേഭിഹി ഭദ്രമേവ ശൃണുയാമ, ഞങ്ങളുടെ ചെവികളിലൂടെ മംഗളകരമായത് കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ അസ്മാകം അക്ഷഭീഹി ഭദ്രമേവ പശ്യേമ, ഞങ്ങളുടെ കണ്ണുകളിലൂടെ മംഗളകരമായത് കാണുവാൻ ഇടവരുത്തണമേ ജഗദീശ്വര. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനൂഭിർവ്യശേമ ദേവഹീതം യഥായുഹു. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവീകമായ പുണ്യമായ നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. ഇത് ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമാണ്, ജീവിതത്തിന്റെ മന്ത്രമാണ്. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ എന്നും പറയാറുണ്ട്, കാലം പുറകോട്ടും നമ്മൾ മുമ്പോട്ടും പോകുന്നു. പുറകോട്ട് പോയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല. സഹ്യപർവ്വതത്തിൽ നിന്ന് ഒഴുകി 17-18 നദികള് അറബിക്കടലിലേക്ക് ചെല്ലുന്നു. എല്ലാം അറബിക്കടലിലേക്കാണ്. ഒന്നും തിരിച്ച് ഒരു സെക്കൻഡ് പോലും ഒഴുകില്ല. അത് വൺ വേ ട്രാഫിക്കാണ്, ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചൊഴുകില്ല. കാലവും അങ്ങനെ തന്നെയാണ്. കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ആനന്ദ നൃത്തമോ ദുഃഖ നൃത്തമോ വേദനാ നൃത്തമോ കൺഫ്യൂഷന്റെ നൃത്തമോ ഭയത്തിന്റെ നൃത്തമോ എല്ലാം ആടുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചൊരു യാത്രയുണ്ട്. വന്ന സ്ഥലത്തേക്ക് തന്നെ ശരീരം പഞ്ചഭൂതങ്ങളിലേക്കും ആത്മാവ് അത് വന്ന സ്രോതസ്സിലേക്കും തിരിച്ചു പോവുക. അവിടം വരെ നമ്മൾ ആത്മീയമായിട്ട് എത്തിയില്ലെങ്കിൽ മറ്റൊരു ശരീരമെടുത്ത് വീണ്ടും തിരിച്ചു വരിക. ഇതൊരു ചക്രമാണ്. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥസ ജീവതി. കാലചക്രം തിരിയുന്നു. നൈട്രജൻ സൈക്കിൾ, ഓക്സിജൻ സൈക്കിൾ, കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിൾ, കർമ്മ സൈക്കിൾ, നമ്മുടെ ബർത്ത് ആൻഡ് ഡെത്ത് സൈക്കിൾ, ടൈം സൈക്കിൾ, പ്രഭാതം, സന്ധ്യ, വീണ്ടും പ്രഭാതം, ചിങ്ങമാസം, കർക്കടകം, വീണ്ടും ചിങ്ങമാസം, അശ്വതി, അവസാനം രേവതി, വീണ്ടും അശ്വതി. അങ്ങനെ ഒരു സൈക്കിളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സായിബാബ കൈകൊണ്ട് കാണിക്കുന്ന മാതിരി ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, അത്ഭുതകരമായിട്ടൊരു ജീവിത ശൈലി. ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ, അത്ഭുതകരമായിട്ട് വിവരിക്കുന്ന ഒരു ജീവിതം.
ആശ്ചര്യവച്ചൈനം അന്യശ്രുണോതി. അത്ഭുതകരമായിട്ട് ഇതെല്ലാം കേൾക്കുന്ന ജനത അത്ഭുതകരമായിട്ട് കാണുന്നു, പറയുന്നു, കേൾക്കുന്നു. ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത്. ജീവിതത്തെക്കുറിച്ച് ആരും ഒന്നും അറിയുന്നില്ല. ചെറുപ്പത്തില് ആനന്ദത്തിമർപ്പിൽ എന്തൊക്കെയോ ആണെന്ന് ജീവിതം എന്നൊക്കെ വിചാരിച്ചിരുന്നില്ലേ? അതെല്ലാം കടന്ന് നമ്മളൊരു ലെവലിലേക്ക് എത്തുമ്പോൾ മിക്കവാറും ഈ ഭഗവത്ഗീത കേൾക്കുന്നതില് ധാരാളം പേര് 60, 70, 75 ഒക്കെ ആയവരാണ്. അവരൊക്കെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ ഈ ജീവിതം? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. നമ്മളുടെ അച്ഛനെ പോലെ നമ്മളാവുക, മുത്തച്ഛനെ പോലെ നമ്മളാവുക, മുതുമുത്തച്ഛനെ പോലെ നമ്മളാവുക, അമ്മയെ പോലെ, അമ്മൂമ്മയെ പോലെ, അവരുടെ അമ്മയെ പോലെയൊക്കെ നമ്മളായിത്തീരുക. പരിണാമചക്രം തിരിയുമ്പോൾ നീയൊരു അമ്മയായി, അമ്മൂമ്മയായി മാറും. അതാണ് കാലം. അപ്പോ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു നീ എന്നുള്ള പാട്ടില്ലേ, അതൊരു വികൃതമായ പാട്ടാണെങ്കിലും അതിനകത്ത് കാലചക്രത്തിന്റെ ഒരു സന്ദേശമുണ്ട് അതിനകത്ത്, അല്ലേ? അങ്ങനെയുള്ള കാലചക്രം തിരിയുമ്പോൾ നമ്മളെല്ലാം ഒരൊറ്റ വരിയാണ് യഥാർത്ഥത്തില് നമ്മുടെ മുമ്പിലുള്ളത്. ലാസ്റ്റ് സെഞ്ചുറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ചുറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരും ഇപ്പൊ ജനിച്ച കുട്ടി 100, 101, 102 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അതൊക്കെ ഇനി റെയറാണ്. കാരണം കൊറോണ, ബ്ലൂ ഫംഗസ്, ഓറഞ്ച് ഫംഗസ്, യെല്ലോ ഫംഗസ്, വേറെ ഏതോ തരത്തിലുള്ള ഇൻഫെക്ഷൻ, എല്ലാം ഒരു പ്രകൃതിയുമായിട്ട് മനുഷ്യൻ മല്ലിട്ട് അവസാനം പ്രകൃതി നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്ന ലെവല്. കാറും സ്കൂട്ടറും എല്ലാം ഒഴുകിപ്പോയി. ചൈനയുടെ 2 ഡാമുകൾ പൊട്ടി. ആകാശത്ത് നിന്ന് വീഴുന്ന മഴത്തുള്ളികളാണ് ഈ വെള്ളമായിട്ട് ഡാമിൽ നിറഞ്ഞിട്ട് ഡാം തന്നെ പൊട്ടിച്ച് പലതും പോയത്. അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നു. ഏതായാലും കരയാനും ദുഃഖിക്കാനും ഇരുന്നാൽ അതിനെ നേരമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഭഗവത്ഗീതയിലേക്ക് കടക്കാം. പതിവ് പോലെയുള്ള ഭഗവത്ഗീത സന്ദേശം. കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ്, ഗീതാർപ്പണമസ്തു എന്ന് പറഞ്ഞ് ഗീതയിൽ സമർപ്പിച്ച്, കൃഷ്ണൻ തന്ന ഗീതയിൽ സമർപ്പിച്ച് മുമ്പോട്ടൊരു യാത്ര, ചരൈവേദി യാത്ര. അതില് ഏറ്റവും നല്ല ഒരു വരി കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തു. ഞാൻ വീണ്ടും അത് ഒന്നുകൂടി പറഞ്ഞിടത്തിലേക്ക് കിടക്കാം. കാരണം ഒന്നുകൂടി പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അടുത്ത ശ്ലോകം ഈ ശ്ലോകത്തിന്റെ ഭാഗമാണ്. രണ്ടും കൂടി പറയേണ്ടതാണ്. നമാം കർമ്മണി ലിംബന്തി, 4-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം. നമാം കർമ്മണി ലിംബന്തി. ആ കൃഷ്ണന്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും ആണെന്ന് വിചാരിക്കാം, നമ്മളാണെന്ന് വിചാരിക്കാം. ഈ വരി പറയുന്ന കൃഷ്ണന്റെ കേട്ടോ, ബാക്കി കൃഷ്ണന്റെ നമുക്ക് ആവാൻ സാധിക്കില്ല. ഈ വരി ഞാൻ പറയുമ്പോൾ അത് ഞാനാണ്, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളാണ്. പണ്ടത്തെ കാലത്തെ തമാശന് നമ്മൾ പറയാറില്ലേ, സ്കൂളിൽ പഠിപ്പിച്ചത് മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്റെ തല എന്ന് അച്ഛൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ കുട്ടി തിരിച്ചെന്താ പറയുന്നത്? മൈ ഹെഡ്, അച്ഛന്റെ തല. അങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞ അമ്മ വരുന്നു. മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്റെ തല എന്ന് പറയാ. ഈ കുട്ടി പറയുന്നു മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ തല. അപ്പൊ അനിയൻ വരുന്നു, മൈ ഹെഡ് എന്റെ തല എന്ന് പറയടാ. അപ്പൊ ഈ കുട്ടി വീണ്ടും പറയുന്നു മൈ ഹെഡ് എന്ന് പറയാൻ ചേട്ടന്റെ തല. അപ്പൊ ഇവിടെ നമാം കർമ്മണി ലിംബന്തി, നമാം ഞാൻ ആ ഞാനാണെന്ന് വിചാരിക്കാം. വെറുതെ ചുമ്മാ കുറച്ചു നേരത്തേക്ക് ഞാൻ കൃഷ്ണൻ പറയുന്ന വാക്ക് ഞാൻ എന്നിൽ അപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കാം. വെറുതെ നമാം കർമ്മണി ലിംബന്തി നമേ കർമ്മ ബലസ്പൃഹ. നിങ്ങൾ ആലോചിച്ചു നോക്കാം, അവരുടെയും അച്ഛൻ പാണ്ഡവരുടെയും കൗരവരുടെയും അച്ഛനായിട്ടുള്ള വേദവ്യാസൻ, പാണ്ഡവരുടെയും കൗരവരുടെയും അച്ഛന്റെ അച്ഛനായിട്ടുള്ള വേദവ്യാസൻ.
ധൃതരാഷ്ട്രരുടെ, പാണ്ഡുവിന്റെ, വിതുരന്റെ. അച്ഛനായിട്ടുള്ള വേദവ്യാസന് യാതൊരു നെർവസ്നെസ്സും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാം തന്റെ പൗത്രന്മാര് രണ്ട് സൈഡിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യും, അവസാനം യുദ്ധം തീരും. ആ യുദ്ധം തീരുമ്പോഴത്തേക്കും ഒരു സമൂഹം അങ്ങ് തകർന്ന തരിപ്പണമാകും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിധവകൾ ഉണ്ടാവും. കാരണം സ്ത്രീകൾ യുദ്ധത്തിന് വരില്ലല്ലോ, വിധവകൾ ഉണ്ടാവും. ജയിച്ചവർക്ക് സന്തോഷം ഉണ്ടാവില്ല, തോറ്റവര് ആരും തോൽവിയുടെ ദുഃഖത്തിനുണ്ടാവില്ല. അവരുടെ ബന്ധുക്കളായിരിക്കും കരയുക. ജയിച്ചവർക്ക് സന്തോഷം ഉണ്ടാവില്ല, കാരണം അവരുടെ ബന്ധുക്കളൊക്കെയാണ് മരിച്ചത്. ഇതെല്ലാം അറിയാവുന്ന വേദവ്യാസൻ സഞ്ജയന് ജ്ഞാനദൃഷ്ടി, ദിവ്യദൃഷ്ടി കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങേര് കരഞ്ഞില്ല, അങ്ങേര് ചിന്തിച്ചില്ല എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ, എങ്ങനെയൊക്കെയോ, എവിടേക്കോ എന്ന് അമ്മ പറഞ്ഞു കൊടുത്ത വരി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വേദവ്യാസൻ. ശ്രീശുക ബ്രഹ്മർഷി മരിച്ചു എന്ന് കേട്ട ദുഃഖത്തിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന വേദവ്യാസന്റെ അടുത്ത അമ്മ മത്സ്യഗന്ധി പറഞ്ഞത്, ഈ ലോകത്തിൽ നടക്കുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല മകനെ വേദവ്യാസ. നീ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും മഹാഭാരതവും വേദ പകിക്കുന്ന ജോലിയും ചെയ്ത ജ്ഞാനിയാണ്. അമ്മ അത്രയൊന്നുമില്ല, അമ്മ വെറുതെ മുക്കുവ സ്ത്രീയാണ്. പക്ഷെ അമ്മയ്ക്ക് ഒന്നറിയാം, ഈ ലോകത്തിൽ നടക്കുന്നത് 3 വാക്കുകൊണ്ടേ പറയാൻ സാധിക്കുള്ളൂ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് വേദവ്യാസൻ തുറിച്ച അമ്മയുടെ, വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത്. അമ്മ പറഞ്ഞു, ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാത്തിനെയും കുറിച്ച് എന്തൊക്കെയോ, എങ്ങനെയൊക്കെയോ, എവിടേക്കോ നടക്കുന്നു. എന്തൊക്കെയോ, എങ്ങനെയൊക്കെയോ, എവിടേക്കോ നടക്കുന്നു. ഇതിൽ കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല, ഇതിൽ കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും പോയിക്കൊണ്ടിരിക്കുന്ന ജനതയുടെ മുമ്പിൽ എന്തോന്നാ പറയുക? അവിടെ എനിക്കും നിങ്ങൾക്കുമുള്ള ഒരു വലിയ സന്ദേശമാണ്. നമാം കർമ്മണി ലിംബന്തി നമേ കർമ്മബലസ്പൃഹ. ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു, ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത് കർമ്മത്തിൽ ബന്ധിതനാകാതെ. കഴിഞ്ഞ ദിവസം 2-3 പേര് പറഞ്ഞു ബന്ധനവും ബന്ധവും തമ്മിലുള്ള അർത്ഥം നല്ലോണം മനസ്സിലായി എന്ന്. അത് മനസ്സിലായാലേ ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ. 2 ഇഷ്ടിക മീതയ്ക്ക് മീതെ വെച്ചാൽ ബന്ധമുണ്ട്, അതിൽ സിമന്റ് ഇട്ടാൽ ബന്ധനമുണ്ട്. അത്ര ഓർത്താൽ മതി. 2 ഇഷ്ടിക മുകളിൽ വെക്കുക, രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ മുകളിൽ മറ്റൊന്ന്, ഒന്നിന്റെ താഴെ മറ്റൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് സിമന്റ് ഇട്ടു, അത് ഉണങ്ങി, അപ്പൊ ബന്ധിതമാണ്, അത് ബന്ധനമുണ്ട്. ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മതി. കാരണം മുകളിലുള്ള ഇഷ്ടിക പിടിച്ചാൽ ചുവട്ടിലുള്ളത് താഴെ വീഴില്ല, ഒന്നിനോടൊന്ന് ബന്ധനപ്പെട്ടിരിക്കുന്നു. നമ്മെ കർമ്മബലസ്പൃഹ. ഞാൻ പറയുന്നു, കൃഷ്ണൻ ഇങ്ങനെ ശ്രീകൃഷ്ണനെ ആരറിയുന്നു? എന്നെ അങ്ങനെ അറിയാൻ സാധിക്കില്ല. ഞാൻ മനുഷ്യനാണ്, അവതാരമല്ല. നമ്മൾ ആരും അവതാരമല്ല, നമ്മളാരും ഈശ്വരനല്ല. നമ്മളിൽ ഈശ്വരീയ നന്മകൾ ഉണ്ടെന്നേ ഉള്ളൂ. യോ മാം ഏവം അഭിജാനാതി സഹ കർമ്മഭിർ ന ബാധ്യതേ. അയാള് കർമ്മത്തില് ബന്ധിതനാകുന്നില്ല. കർമ്മത്തിൽ ബന്ധിതനാ. ശ്രീകൃഷ്ണനും കർമ്മത്തിൽ ബന്ധിതനാകുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തിന് പോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാ കൃഷ്ണൻ പോയത്. ഒരു തരത്തിലും കൃഷ്ണൻ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. മഹാഭാരതം വായിക്കണം കൃഷ്ണന്റെ ഫീലിംഗ് അറിയണമെങ്കിൽ. വളരെ കൂളായിട്ടാണ് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പോക്കാണ്. പോകുന്നതിന് മുമ്പ് ചോദിച്ചു, ഗോപസ്ത്രീകളെ ഒന്ന് കാണണോ, ഭാര്യമാരെ ഒന്ന് കാണണോ, മകൻ സാമ്പനെ ഒന്ന് കാണണോ, പാണ്ഡവരെ ഒന്ന് കാണണോ? ഒന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞു. പുഴ ഒഴുകിക്കഴിഞ്ഞു, കാലം പുറകോട്ട് പോയി കഴിഞ്ഞു. ഇനി കാലത്തിനെ തിരിച്ചു കൊണ്ടുവരണ്ട, ഇനി പുഴയെ തിരിച്ചു കൊണ്ടുവരണ്ട, അത് പൊക്കോട്ടെ, അത് അതിന്റെ വഴിയിലൂടെ പൊക്കോട്ടെ. കാലം നമ്മളെല്ലാവരും വരും, നമ്മളെല്ലാവരും പോകും. അതാണ് ശരിക്ക് പിരിഞ്ഞു പോകുന്നവരെ വിധിയുടെ കൈകൾക്കറിയില്ലല്ലോ വിരഹവേദന. ആ വിരഹവേദനയൊക്കെ വരുന്നത് ബന്ധനം ഉണ്ടാവുമ്പോഴാണ്. ബന്ധനം ഇല്ലെങ്കിൽ വിരഹവേദന ഇല്ല. നമുക്ക് ബന്ധനം ഉണ്ട്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ആത്മീയ ഗുരുക്കന്മാരൊന്നുമില്ല, നമ്മൾ സാധാരണയാണ്. സ്വാമി വിവേകാനന്ദൻ പോലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഗോഡ്വിൻ മരിച്ചപ്പോഴത്തേക്കും കരഞ്ഞു. അപ്പൊ പിന്നെ നമ്മളെവിടെ കിടക്കുന്നു? 7th ലെവലിലുള്ളവരാ നമ്മളൊക്കെ. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയാ? വിവേകാനന്ദൻ പോലും ഇത്രയും ചങ്കൂറ്റത്തോടുകൂടി ഗംഭീരമായിട്ട് കരഞ്ഞു എങ്കില്, ചങ്കൂറ്റത്തോടുകൂടി ഞാൻ പറയാൻ കാരണം സന്യാസിയുടെ പരിവേഷം ഒരിക്കലും അദ്ദേഹം
ഒരു ഷോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ചങ്കൂറ്റത്തോടുകൂടി ഇത് പറഞ്ഞത്. ഈ കാവ്യവസ്ത്രത്തിനുള്ളിലുള്ളത് മനുഷ്യന്റെ ശരീരമാണെന്ന് കൃത്യമായിട്ട് പറയാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു. ഒപ്പം ഞാനും നിങ്ങളൊക്കെ മനുഷ്യ വികാര വിചാരങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ള നമ്മളുടെ ജീവിതത്തില് നമാം കർമ്മണി ലിംബന്തി നമേ കർമ്മബലസ്പൃഹ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ എന്തിനാ അത് പഠിക്കുന്നേ പറയുന്നത്? അത് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ സാധിക്കുന്നിടത്തോളം ചില വ്യക്തികൾ പറയുന്നില്ലേ, ഒരാളോട് പറയുന്നത് കേട്ടു, ഞാൻ പണ്ട് പറഞ്ഞു, ഒരു മാസം മുമ്പ് പറഞ്ഞു, സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, തിന്നാനുള്ള തലവിധി കൂടി വേണം. ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റാ. മാമ എന്ത് സംഭവിച്ചാലും വിരോധമില്ല, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത് എന്നൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. മാമ എന്ത് സംഭവിച്ചാലും വിരോധമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ആ വാക്കുകൾ നമ്മളെക്കാളൊക്കെ വളരെ പ്രായം കുറഞ്ഞ വ്യക്തികള് ഷാർപ്പായിട്ട് പറയുമ്പോഴത്തേക്കും ഭഗവത്ഗീതയുടെ ഇമ്പാക്ട് ഇല്ലെങ്കിലും വാക്കിനൊരു ഇമ്പാക്ട് ഇല്ലേ? വാക്ശരം വാങ്മേ മധുമത്തമ വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതമാ വിരാവീർമായേതി വേദസ്യ ആണീസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്ധതാമി. വാക്കുകൾ വരുന്നത് മനസ്സിൽ നിന്ന്. മനസ്സ് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ വാക്കുകൾ കേട്ടാൽ മതി. ആ വാക്കുകളുടെ സ്രോതസ് മനസ്സാണ്. ആ മനസ്സിലുള്ള നന്മകൾ ആവശ്യമുള്ള സമയത്ത് രാവും പകലും ഇരുന്ന് ഞാൻ എന്താണോ പഠിച്ചത് ആ പഠിച്ചതിന്റെ സന്ദേശങ്ങളെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ നാവിൻ തുമ്പിൽ വരുമാറാകണമേ. അത് ചിലരുടെ നാവിൻ തുമ്പിൽ വരുമ്പോഴത്തേക്കും നമുക്കത് പ്രയോജനപ്പെടും. കേൾക്കാത്തതല്ല കേട്ടതാ, അറിയാത്തതല്ല അറിയുന്നതാ. പക്ഷെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു വാക്ക് ആരെങ്കിലൊക്കെ പറയുമ്പോ അതാണ് സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ബാധിക്കുന്നില്ലേ? ദുഃഖിക്കുന്ന വ്യക്തിയുടെ അടുത്ത് എന്ന് തലോടിക്കൊണ്ട് സാരമില്ല, ഇതൊക്കെ ഉള്ളതാണ്, എല്ലാവർക്കും ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. ഇതി മാം യോ അഭിജാനാതി കർമ്മഭിർ ന ലിപ്യതേ ബാധ്യതേ എന്നിങ്ങനെ അറിയാം. ബന്ധനമില്ലാത്ത കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ബന്ധുക്കളുമില്ല ബന്ധനങ്ങളും ഒന്നും ഇല്ലാത്ത കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഒരു കർമ്മത്തിലും നിരന്തരം പ്രവർത്തിക്കുമ്പോഴും നമ്മൾ പറയാറില്ലേ, പായസം ഇങ്ങനെ ഇളക്കി അവസാനം ചട്ടുകം കുടഞ്ഞു പുറത്തേക്ക് എടുക്കുമ്പോൾ ചട്ടുകത്തിൽ ഒരു തരി പായസം അല്ലാണ്ട് പായസം ഇല്ല. അപ്പൊ ചട്ടുകം പായസവുമായിട്ട് മിക്സ് ആയില്ല, പാത്രം പായസവുമായിട്ട് മിക്സ് ആയില്ല. പായസത്തിലുള്ളത് പായസത്തിന്റെ കോമ്പോണന്റുകളെല്ലാം മിക്സ് ആയി. ഇതാണ് സാധാരണ ലെവലിൽ പറയുന്ന വാക്കുകളൊക്കെയാണ്. ഇതൊന്നും വലിയ ഉദാഹരണങ്ങളൊന്നുമല്ല. ഇനി അടുത്ത വരി, ഈ വരിയുടെ കണ്ടിന്യൂവേഷനാ. ഏവം ജ്ഞാത്വ, ശ്രീകൃഷ്ണനെ ഫോളോ ചെയ്യുന്നവര്, ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താ? കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കർമ്മത്തിൽ ബന്ധിതനല്ല, അതുകൊണ്ട് കർമ്മബലത്തിലും ഞാൻ ബന്ധിതനല്ല. അങ്ങനെ അറിഞ്ഞ ആരാണോ ഭഗവത്ഗീത പഠിക്കുന്നത്, അങ്ങനെ ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ പഠിച്ചവര് പണ്ടുമുണ്ട്, ഇപ്പൊ മാത്രമല്ല പണ്ടുമുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഭഗവത്ഗീത ശ്രീകൃഷ്ണനിലൂടെ വന്നതല്ല, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ പൂർവ ഋഷിവര്യന്മാരും ശ്രീകൃഷ്ണൻ തന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിൽ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അതുകൊണ്ട് ഏവം ജ്ഞാത്വ, ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഞാൻ നിരന്തരം പ്രവർത്തിക്കുന്നു, ബന്ധിതനാകാതെ, കർമ്മബലം എന്നെ സ്പർശിക്കുന്നില്ല എന്ന് ഞാൻ എന്നെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഋഷിവര്യന്മാർ കൃഷ്ണന്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുന്നു. ഏവം ജ്ഞാത്വ കൃതം കർമ്മ, കർമ്മം ചെയ്യുന്നു, പൂർവൈരപി മുമുക്ഷുഭിഹി. അർജുന, നീ മാത്രല്ല, നിനക്ക് ഉപദേശിച്ചത് നീ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ മുമുക്ഷുഭിഹി, മോക്ഷാർത്ഥികൾ എന്നാണ് എല്ലാവരും പറയാം. എല്ലാവരും എന്ന് വെച്ചാൽ സന്യാസിമാരെല്ലാം മോക്ഷത്തിന് വേണ്ടിയിട്ട് പൂർവിക ഋഷിവര്യന്മാർ ഇതുമാതിരി ചെയ്തിരുന്നു. അർജുന, തെറ്റ്. കാരണം അർജുനനോട് മോക്ഷത്തിലേക്ക് പോകാനുള്ള ഉപദേശം അല്ലല്ലോ കൊടുത്തത്. അപ്പൊ പൂർവൈരപി മുമുക്ഷുഭിഹി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ മാറ്റി പറയുന്നു. മോഹസ്യ ക്ഷയം മോക്ഷം. മുമുക്ഷുഭിഹി എന്ന് വെച്ചാൽ മോക്ഷം ആഗ്രഹിക്കുന്നവരെ. ഏത് തരത്തിലുള്ള മോക്ഷം? മോഹസ്യ ക്ഷയം, ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങളുടെ ക്ഷയം, ഡീഗ്രഡേഷൻ. ബന്ധനങ്ങളില്ലാത്ത ലെവലിലേക്ക് എത്തുന്നതാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനും എനിക്ക് നിങ്ങൾക്കും തന്നിരിക്കുന്ന നിർദ്ദേശം. അല്ലാതെ മോക്ഷത്തിന് പോകുന്ന, സ്വർഗത്തിലേക്ക് പോവുക, അല്ലാണ്ട് കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്യുക, ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുന്ന ഋഷിവര്യന്മാരുടെ ലെവലിലേക്ക് എത്താനുള്ള നിർദ്ദേശം അല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഉദാഹരണം അർജുനന് ആപ്ലിക്കബിൾ അല്ല, എനിക്ക് നിങ്ങൾക്കും ആപ്ലിക്കബിൾ അല്ല. മോക്ഷമാണ് ലക്ഷ്യമെങ്കിൽ
അർജുനനോട് മോക്ഷത്തിന് പോകാനല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, കർമ്മം ചെയ്യാനല്ലേ ഇത്രയും നേരം പറയുന്നത്. ഭഗവത്ഗീതയുടെ ഉപദേശം തന്നെ കുരുക്ഷേത്ര ഭൂമിയിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. അപ്പൊ ഇവിടത്തെ മുമുക്ഷുഭിഹി എന്ന വാക്കിന്റെ അർത്ഥം മോക്ഷത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയാതെ പോലും ധരിച്ചേക്കല്ലേ. വാക്കിന്റെ പ്രയോഗം ശരിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മോക്ഷം ജീവാത്മാവ് പരമാത്മാവിൽ അരിഞ്ഞു ചേരുന്ന പരമമായ മോക്ഷം എന്ന മുമുക്ഷുഭി അല്ല, മറിച്ച് ജീവിതത്തില് എന്റെ മുത്തശ്ശനായിട്ടുള്ള ഭീഷ്മര്, എന്റെ ആചാര്യനായ ദ്രോണര്, അവരെ കൊല്ലരുത്, അവരെ സംരക്ഷിക്കണം, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് അവരെ നിലനിർത്തിയാൽ മതി എന്നുള്ള രീതിയിൽ തളരുന്ന രീതിയിലുള്ള നെഗറ്റീവ് മോഹങ്ങൾ, സ്വയം മരിച്ചാലും സ്വയം നശിച്ചാലും സ്വയം നഷ്ടപ്പെട്ടാലും സ്വയം അവഹേളിതനായാലും വിരോധമില്ല, അവരെ സംരക്ഷിക്കുക എന്ന മോഹം, ആ മോഹസ്യക്ഷയം. മുമ്പിലുള്ളവരാരും എന്റെ ആരുമല്ല, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ ഞാൻ ബന്ധിതനല്ല, ബോണ്ടഡ് അല്ല. I am not bonded with this war. I am going to fight adharma with dharma tool. And I am not interested in the chair of or chariot. I am not interested in the simhasanam. എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവനവന്റെ കൊട പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്, വളരെ രസകരമായിട്ടുള്ളതാണ്. ആരോ നമ്മുടെ കങ്കണ നല്ല രീതിയിൽ അതിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മക്കളെ ഇത് കാണിക്കണം. ഒരു പ്രധാനമന്ത്രി ഇത്രയും കാലം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി മുതൽക്ക് പ്രധാനമന്ത്രിയും മറ്റുള്ള VIPസിന്റെയും പുറകിലോ മുമ്പിലോ സൈഡിലോ കൊട പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ അമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിക്കുമ്പോഴത്തേക്കും ഒരാൾ ഓലക്കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്ന മാതിരി നടന്നുകൊണ്ടിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി വളരെ ക്ലീൻ, കൊട പിടിച്ചത് അവനവൻ തന്നെയാണ് കൊട പിടിച്ചത്, വേറെ ആരുടെയല്ല. അപ്പൊ യഥാർത്ഥത്തില് ഈ പൂർവിക ഋഷിവര്യന്മാര് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്തത്, ആഗ്രഹങ്ങളില്ലാതെ. അവൻ എന്നെക്കാളും താഴെയായത് കാരണം അവൻ എനിക്ക് കൊട പിടിക്കണം, അപ്പൊ ഞാൻ ലോകത്തിന്റെ മുമ്പിൽ ഗ്രേറ്റ് ആയി മാറും. ഇല്ല, നിങ്ങൾ താഴുമ്പോഴേ വെൻ യു ആർ ബിക്കമിങ് സീറോ പീപ്പിൾ വിൽ മേക്ക് യു ഹീറോ. When you are becoming zero, then only people will make you hero. ഇവിടെ when you are becoming hero, people will make you zero. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറ്റിയിരിക്കുന്നത്. 6 മണിക്കുള്ള തള്ളു കേട്ട് 16,000 കൊറോണ രോഗികൾ ബക്രീദിനോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായി. ഭാരതത്തിൽ മൊത്തത്തിൽ 31,000, 50% രോഗാണുക്കള്, 50% രോഗികൾ കേരളത്തില്. ബക്രീദ് ന്യൂനപക്ഷ പ്രീണനം, മരുമകന്റെ ആദ്യത്തെ പെരുന്നാൾ, ബലിപ്പെരുന്നാള്. മരുമകനും മകളും കൂടി ചേർന്ന് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഒരു പെരുന്നാൾ ആശംസ കൊടുത്തു. അതാണ് കൊറോണ കേറിയത്. അത് പറഞ്ഞാൽ വർഗീയമാണ്, പച്ചത്തേറി തന്നെ പറയും. ഏതായാലും കുരു കർമ്മ ഏവ തസ്മാത് ത്വം പൂർവൈഹി പൂർവതരം കൃതം. എന്ത് നല്ല വരികളാണ്. അപ്പൊ പണ്ടത്തെ മോക്ഷം കിട്ടിയ സന്യാസിമാരോ ഋഷിമാരോ ഞാൻ പറഞ്ഞ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് അവര് മോക്ഷത്തിലേക്ക് എത്തിയാൽ അതിന്റെ അർത്ഥം അർജുന, നീ കുരു കർമ്മ ഏവ തസ്മാത്വം ഏവ കുരു കർമ്മ. അതുകൊണ്ട് നീയും അതേപോലെ കർമ്മം ചെയ്യുക. ഏതിന്? മോക്ഷത്തിന് പോകാൻ അല്ല. മോക്ഷത്തിന് പോവേണ്ട കാര്യം നിനക്കില്ല. നീ ക്ഷത്രിയനാണ്. രാഷ്ട്രത്തെ ധർമ്മത്തിലൂടെ ഭരിച്ച് രാഷ്ട്രത്തിൽ ധർമ്മം പ്രതിഷ്ഠിച്ചിട്ട് കാലമാകുമ്പോ നീ പൊക്കോ. അപ്പൊ പിന്നെ മോക്ഷമാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, കുരു കർമ്മ ഏവ. അപ്പൊ നമ്മുടെ പൂർവികര് എങ്ങനെയാണോ കർമ്മം ചെയ്തത് അതേപോലെ നീ കർമ്മം ചെയ്യുക. അപ്പൊ നമ്മുടെ പൂർവികര് മോക്ഷത്തിന് വേണ്ടിയല്ല കർമ്മം ചെയ്തത്. അവിടത്തെ മോക്ഷം എനിക്ക് കസേര വേണം, അധികാരം വേണം. ഹസ്തിനപുരവും അതുപോലെ തന്നെ ഇന്ദ്രപ്രസ്ഥവും ഞാൻ ഭരിക്കണം, ഞങ്ങൾ പാണ്ഡവര് ഭരിക്കണം. ലോകത്തിന്റെ മുമ്പില് ഞങ്ങള് വില്ലാളി വീരന്മാരും വീരശൂര പരാക്രമയും ആവണം. സർവ്വതിനെയും കൊന്നു കൊല വിളിച്ച് നമ്മള് അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം ഇല്ല. അങ്ങനെ ഒരു തോന്നലേ ഇല്ല. അതൊരു വലിയ നേട്ടമാണെന്നില്ല. അങ്ങനെ വെട്ടിപ്പിടിക്കാൻ ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും വെട്ടിപ്പിടിക്കാനുള്ള ഉദ്ദേശം ഇല്ല. ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും ഇനിയും കെട്ടിപ്പടുക്കാൻ ഉദ്ദേശമില്ല. ബന്ധുക്കളെയും മറ്റുള്ളവരെയും കൊല്ലുക ലക്ഷ്യമേ അല്ല, മറിച്ച് അധർമ്മത്തെ ധർമ്മം കൊണ്ട് ഇല്ലാതെയാക്കി ധർമ്മത്തിന്റെ ഉത്തര ധ്രുവത്തിൽ നിൽക്കുക, ഇരിക്കുക, പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഏവം കർമ്മ ഏവ ത്വം തസ്മാത് കുരു. അതുകൊണ്ട് നീ നമ്മുടെ പൂർവീകർ ചെയ്ത മാതിരി ചെയ്യാം.
ആ കൃഷ്ണൻ എങ്ങനെയാ തേർഡ് പേഴ്സൺ ആയിട്ട് പറയാൻ നോക്കാം. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞാൽ കൃഷ്ണൻ ഫസ്റ്റ് പേഴ്സൺ, അർജുനൻ സെക്കൻഡ് പേഴ്സൺ. പക്ഷെ പൂർവൈരവി മുമുക്ഷുഭി എന്ന് പറഞ്ഞാൽ അവര് തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സണിലൂടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഇൻഫർമേഷൻ കൊടുക്കാണ് പണ്ടത്തെ ആചാര്യം. അപ്പൊ കൃഷ്ണൻ സ്വയം അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല. ഞാൻ പറയുന്നു, ഞാൻ നിർദ്ദേശിക്കുന്നു, ഞാനാണ് ഇതിന്റെ ആള്, ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ തൊലഞ്ഞു പോയേനെ. പക്ഷെ അങ്ങനെയൊന്നും കൃഷ്ണൻ പറയുന്നില്ല. നമ്മൾ പൂർവികർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ബന്ധനമില്ലാതെ, കർമ്മബലവും ജീവിതത്തിൽ സ്പർശിക്കാതെ ബന്ധനമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൃത്യം ആയിട്ട് ഞാൻ അറിയുന്നു. നമ്മുടെ പൂർവികർ അത് ചെയ്തതാണെന്ന് എനിക്കറിയാം. അത് നീയും അതേപോലെ ചെയ്യുക. മോക്ഷത്തിന് വേണ്ടിയിട്ടല്ല, ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി. തസ്മാത് ത്വം പൂർവൈഹി പൂർവതരം കൃതം. നല്ല രസാണ്. പൂർവൈഹി പൂർവതരം കൃതം. പണ്ടുള്ളവരുള്ളത് അതേപോലെ തന്നെ അവരെന്താണോ പൂർവൈഹി പൂർവികരാൽ കൃതം, പൂർവൈഹി പൂർവതരം പുരാതനമായ, അതിപുരാതനം, ഞാൻ നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്നവരെ. അപ്പൊ ഭഗവത്ഗീത 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവത്ഗീത എഴുതിയതിൽ കൃഷ്ണൻ ഉപദേശിച്ചതിൽ കൃഷ്ണൻ പറയുന്നു, എനിക്ക് മുമ്പുള്ളവര് ഉപദേശിച്ചതാണ് ഇത്. അവരെന്താണോ ചെയ്തത് നീ അതുപോലെ ചെയ്യുക. തേർഡ് പേഴ്സൺ ആയിട്ട് പറയുമ്പോഴാണ് ഇഫക്റ്റ് കൂടുന്നത്, മറക്കരുത്. കുട്ടികൾ ഊണ് കഴിക്കുമ്പോ ചോറ് കളയുന്നുണ്ടെങ്കിൽ കുട്ടികളോട് നീ ചോറ് കളയരുത് നല്ല മിക്കവാറും അമ്മമാര് പറയാം. നല്ല കുട്ടികൾ ചോറ് കളയില്ല, നല്ല കുട്ടികൾ ഇങ്ങനെ ചാടിത്തുള്ളി വീഴില്ല, നല്ല കുട്ടികള് അച്ചടക്കത്തോടുകൂടി പഠിക്കും, നല്ല കുട്ടികള് കൈകെട്ടിയിരിക്കും, നല്ല കുട്ടികള് എപ്പോഴും നല്ല മാർക്ക് കിട്ടും. തേർഡ് പേഴ്സൺ ആണ്. നല്ല കുട്ടികള് നീ എങ്ങനെ ആവണം എന്നുള്ളതിന് തേർഡ് പേഴ്സണിലൂടെ വരികയാണ്. അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. പൂർവൈഹി പൂർവതരം യത് കൃതം തത് ത്വം അഭി തസ്മാത് ത്വം അഭി കുരു കർമ്മ. നമ്മുടെ പൂർവികർ എന്തൊക്കെയാണോ ബന്ധനമില്ലാതെ ചെയ്തത്, കർമ്മബലത്തിനോടും ബന്ധിതമല്ല, കർമ്മത്തോടും ബന്ധിതമല്ലാതെ അവരെന്തെല്ലാമാണോ ചെയ്തത് അതേപോലെ നീ തന്നെ ചെയ്യുക. യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറയുന്നു. എല്ലാവർക്കും യുദ്ധം ചെയ്യണമെന്നില്ല. ഞാനും നിങ്ങളൊക്കെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതല്ലോ. നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർ, ഹാർട്ട് സർജറി നടത്തുന്ന ഡോക്ടർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ലേ? 100% പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങ് ശരീരം കീറുന്നത്. എല്ലുകൾക്കിടയ്ക്കുള്ള ഹാർട്ടിനെ എടുത്ത് അത് മുറിച്ച് അത് തുന്നിച്ചേർത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോ പോയിന്ന് വരും. അത് കീറുമ്പോ തന്നെ പോയിന്ന് വരും. 100, 1000, 10,000 ഹാർട്ട് സർജറി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് 2 or 3 പോയാൽ ചിലപ്പോൾ ചീത്തപ്പേരുണ്ടാവും. ഇതൊക്കെയാണ് സംഭവിക്കുക. മന്ത്രിമാർക്ക് ഫോണിൽ വിളിച്ചിട്ട് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ രക്ഷപ്പെട്ടു വരും. കാരണം കേരളം അങ്ങനെ ഒരു ദുരന്ത ജന്മങ്ങളുടെ നെറികെട്ട നാടും ഗതികെട്ട ജനങ്ങളുമായ സ്ഥിതിക്ക് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. കള്ളത്തടിയുടെ പോയി, കരിങ്കല്ലിന്റെ പോയി, ആ 3 കോടി രൂപ കെ സുരേന്ദ്രന്റെ പേരിലുള്ള ഹവാല പോയി, ഐഷ സുൽത്താന പോയി, പിന്നെ സിദ്ദിഖ് കാപ്പൻ പോയി, പിന്നെ ഇങ്ങനെ ഓരോന്ന് അനാവശ്യമായ മുഖ്യമന്ത്രി സപ്പോർട്ട് തന്നു എന്നുള്ളത് പോയി, കോവിഡ് പോയി, ബക്രീദ് പോയി, ഇങ്ങനെ ഓരോന്നും പോയിട്ട് ഇങ്ങനെ നെകളിച്ചുകൊണ്ട് കരയ്ക്ക് വീണ മത്സ്യത്തെ പോലെ പെടയുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കും. എന്തോ മഹാഭാഗ്യത്തിന് തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ട് ഫീൽ ചെയ്യില്ല എന്നാ തോന്നുന്നത്. നല്ല ബുദ്ധിമാന്മാർ ഭഗവത്ഗീത പഠിച്ചവരും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്തവരും സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. കാരണം അവന് മനസ്സിലാവണില്ല എന്താ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത്. അത്ര ഗംഭീരമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എങ്ങാനും കോവിഡ് രോഗികളുടെ എണ്ണം എങ്ങാനും കൂടിയാൽ ആക്ഷൻ എടുക്കും. എന്ത് ആക്ഷൻ എടുക്കുന്ന? അയാൾ ഇവിടെ വന്നിട്ട് ഭരിക്കുവോ? ഈ സുപ്രീം കോടതി ജഡ്ജി ഇവിടെ കേരളത്തിൽ വന്നിട്ട് സിംഹാസനത്തിൽ ഇരിക്കുവോ? അല്ലെ ഇയാളെ പറഞ്ഞയക്കോ? പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇയാൾക്കറിയാം ജിഹാദികളുടെ നേതൃത്വത്തിൽ ഇനി 99 പകരം 109 സീറ്റോടുകൂടി കയറാൻ അയാൾക്കറിയാം. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? നിങ്ങളുടെ തലയിലെഴുത്ത് നിങ്ങൾ തെരഞ്ഞെടുത്തവരെ അനുഭവിച്ചോ? വളരെ സിമ്പിൾ ആയിട്ട് സുപ്രീം കോടതി അവിടെ ഇരുന്നുകൊണ്ട് തെക്കോട്ട് നോക്കിയിട്ട് പറയാം. ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കിയിട്ട് കുരയ്ക്കുന്ന കുറേയധികം നായകളില്ലേ? അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് സുപ്രീം കോടതി നോക്കിയിട്ട് ഇങ്ങോട്ട് കുരയ്ക്കും. നിങ്ങൾ അനുഭവിച്ചോ? നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത പാർട്ടി അത് നിങ്ങൾ ഇഷ്ടം മാതിരി ചെയ്തു. എന്താ വേണിച്ച ചാവ്, പണ്ടാറടങ്ങ്, ബക്രീദോ ഓണമോ ക്രിസ്തുമസോ ആഘോഷിക്കുകയോ, സ്വർഗത്തിലേക്ക് പോവുകയോ, ഹൂറികളുടെ അടുത്ത് പോവുകയോ, മെക്കയിലേക്ക് പോവുകയോ, ജിഹാദികളുടെ അടുത്തേക്ക് പോവോ, തീവ്രവാദികളുടെ അടുത്തേക്ക് പോവോ, എന്ത് വന്നാലും ചാവുന്നത് നിങ്ങൾ തന്നെ, അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ. എല്ലാം ചെയ്തോ? ആർക്കാ ഇവിടെ കുഴപ്പം? ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മളുടെ മുഖ്യമന്ത്രി MBBS, MD, FRCS, MRCP, CPM അല്ല. അതുകൊണ്ട് ആ അങ്ങേർക്ക് പറ്റുന്നതൊക്കെ അങ്ങേര് പറയുന്നു. അങ്ങേർക്ക് ഉപദേശികൾ അതിനേക്കാളും വിചിത്രമാണ്.
ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഉപദേശികളെയും വെച്ചുകൊണ്ട്, പ്രഭാവർമ്മയെ പോലെ ശ്രീകൃഷ്ണനെ കുറിച്ച് വിചിത്രമായിട്ട് എഴുതിയവനെ പോലെയുള്ള ഉപദേശികളെ വെച്ചുകൊണ്ട് ഇങ്ങർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ബുദ്ധി ഇല്ലാത്തതാണ് പലർക്കും ഉപകാരം. കാരണം ഒന്നും അറിയുന്നില്ല എന്തെവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ആൾക്കാർ എന്ന് പറയുമ്പോഴല്ലേ. അപ്പോഴാണ് ആ ടോയ്ലറ്റ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാലും മരപ്പൊട്ടൻ ഒപ്പിടുമെന്ന് കൂടെ നിന്നവൻ പറഞ്ഞത് തന്നെ കൃത്യമായിട്ട് വരുന്നു. അപ്പോ ഭഗവത്ഗീതയിലെ ലെവല് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നാണ്. പൂർവൈഹി പൂർവതരം കൃതം യത് കൃതം തത്വമഭി കരോതു, നീയും അത് ചെയ്യുക. എങ്ങനെ? ബന്ധനമില്ലാതെ, സത്യം ധർമ്മം നീതി ന്യായത്തിന്റെ വഴിയിലൂടെ, കർമ്മത്തോടും കർമ്മഫലത്തോടും ബന്ധനമില്ലാതെ. ഞാൻ ഇത് നിന്നോട് പറയുന്നത് മാത്രമല്ല, നമ്മുടെ പൂർവീകർ ഇത് ചെയ്തതാണ്. നമ്മുടെ പൂർവീകർ ഇതൊക്കെ ചെയ്തതാണ്. ഞാനതുകൊണ്ട് പുതിയ നോളജ് ഒന്നും ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സലന്റ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള വരിയൊന്നും നിങ്ങൾക്ക് തരികയാണ്. പൂർവീകർ ചെയ്തിട്ടുണ്ട്. അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോഹസ്യ ക്ഷയം കിട്ടിയിട്ടുണ്ട്. അവർ ജീവിതത്തില് വേദവ്യാസനെ പോലെ സകല കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും അവര് ദുഃഖിതരല്ല, വേദനിക്കുന്നവരല്ല. അവർക്ക് പ്രശ്നം അവരെ തളർത്തുന്നില്ല, തകർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളും അതേപോലെ ചെയ്യൂ അർജുന. നമുക്കും അത് ആപ്ലിക്കബിൾ ആണ്. അടുത്തത് 16. കിം കർമ്മ കിം അകർമ്മേതി കവയോ അപി അത്ര മോഹിതാഹ. ഇത് ഞാൻ ഒരു 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. ചെയ്യാവുന്നത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്ന കവയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവി എന്ന പദപ്രയോഗം നമ്മളുടെ പൂർവീക ഗ്രന്ഥങ്ങളിൽ വരുന്നത് കാളിദാസനെ പോലെയുള്ള കവിയല്ല, മറിച്ച് വേദമന്ത്രങ്ങൾ എഴുതിയവരെയാണ് കവികൾ എന്ന് പറയാം. വേദമന്ത്രങ്ങൾ എഴുതിയവർക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ONV കുറുപ്പൊന്നും കവിയുടെ ലിസ്റ്റിൽ വേദഭാഷ്യത്തിൽ വരില്ല. എടപ്പള്ളിയും വരില്ല. പിന്നെ കടമ്മനിട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ തീ കത്തിക്കാനായിട്ട് കല്ല് വെക്കുന്ന 3 കല്ലിന്റെ പേരാണ് കടമ്മനിട്ട. അപ്പൊ ആ കടമ്മനിട്ടയൊന്നും കവികളുടെ ലിസ്റ്റിലൊന്നും ഭഗവത്ഗീതയോ നമ്മുടെ പൂർവിക ഋഷിവര്യന്മാരുടെ പന്ഥാവ് പിന്തുടരുന്നവരോ പറയില്ല ഇവർ കവികളാണ്. കാരണം വൈദിക സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് കവിയാവുള്ളൂ. അല്ലെങ്കിൽ വാക്കുകളുടെ ജഗ്ലറിയാണ്. വാക്കുകൾ വെച്ചിട്ടുള്ള എന്താ പറയാ, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ അതിലൂടെ രമ്യരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കൻ നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനായത് ദോഷം ചേർച്ചകൾ പരുതുണ്ട് ഒരുവന് കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടൊന്നൊരു ദോഷം നല്ലൊരു വിദ്വാൻ അവനുടെ വായിൽ പല്ലുകളൊന്നും കാണാനില്ല ഉടലതി രമ്യമൊരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനായത് ദോഷം. അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള വരികളുണ്ട്. അതിന് വൈദികതയുണ്ട്, കുറവുണ്ട് എന്നറിയിക്കുന്ന അവരൊക്കെ ശരിക്ക് നല്ല കവികളാണ്. ഇവിടത്തെ കവി പ്രയോഗം വൈദിക ചിന്താധാരയിൽ പ്രകൃതിയുമായിട്ട് ചേർന്നത്, ധർമ്മവുമായിട്ട് ചേർന്നതാണ്. അത് വയലാർ രാമവർമ്മയ്ക്കുണ്ട്. ONV കുറുപ്പിനൊക്കെ ഇല്ല എന്ന് ഞാൻ പറയണില്ല. ഞാനില്ല എന്ന് പറഞ്ഞത് അവഹേളിച്ചതല്ല. പക്ഷെ ആ വിചാരങ്ങൾ ചേർന്ന് പറയുമ്പോഴാണ് കവികളാവുക. അപ്പോ കിം കർമ്മ, ചെയ്യേണ്ടത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്നുള്ളതിന് കവയോ അപി അത്ര മോഹിതാഹ, കവികൾക്ക് വേദമന്ത്രങ്ങൾ എഴുതുന്നവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മോഹിതാഹ, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞത് എന്താണ്? ധർമ്മം എന്ത്, അധർമ്മം എന്ത്, മൂല്യം എന്ത്, മൂല്യമില്ലാത്തത് എന്ത്, ശരി എന്ത്, ശരി അല്ലാത്തത് എന്ത്, ചെയ്യേണ്ടത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഭഗവത്ഗീതയുടെ ലെവലിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ദ്വാപരയുഗത്തിലെ കണ്ടീഷനായിരിക്കും പറയാ, അല്ലെങ്കിൽ രാമായണത്തിലെ ആണെങ്കിൽ ത്രേതായുഗത്തിലെ കണ്ടീഷനാ പറയാ. ഇപ്പൊ നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക? സിംപ്ലസ്റ്റ് വേയില് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് ശരി, ഏത് തെറ്റ്, ഏത് മൂല്യം, ഏത് മൂല്യച്യുതിയുള്ളത്, ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത് എന്നുള്ളതിന് ഞാൻ നിരന്തരം പറയുന്നുണ്ട്. സെപ്റ്റംബർ മാസം 10-ാം തീയതി ക്ലാസ് തുടങ്ങിയത് മുതൽക്ക് പറയുന്നുണ്ട്. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ ആൻഡ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്. നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങള്, അവയ്ക്ക് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ഏത് പ്രവൃത്തിയും അത് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അത് ധർമ്മമാണ്, അത് മൂല്യമാണ്, അതാണ് കർമ്മം. അപ്പൊ കർമ്മം എന്നാൽ ശരിക്കും ഇവിടെ എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള ആ ചർച്ചയ്ക്കിടയ്ക്ക്, ഞാനും നിങ്ങളും തമ്മിലുള്ള ചർച്ചയ്ക്കിടയ്ക്ക് പറയേണ്ടത്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുടെ, നമ്മുടെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിനെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മയിലേക്ക്, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ മിതംഗമയ, സാധിക്കുമോ എന്ന് നോക്കാം. മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ? ശരീരത്തിനെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നോക്കാം. നമ്മുടെ കുടുംബ ബന്ധത്തെ
ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മുടെ സംസ്കാരത്തെ മൂല്യവർദ്ധിതമാക്കിക്കൊണ്ടേയിരിക്കുക. കാലാകാലങ്ങളിൽ തെറ്റുകളും കുറവുകളും തിരുത്തിക്കൊണ്ട് ആ സംസ്കാരത്തെ റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ സംഘടനയെ, നമ്മുടെ സമൂഹത്തെ എത്രയെല്ലാം നന്മകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. ആ പ്രയാണത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ശരിക്കും അസതോമ സദ്ഗമയ എന്ന വേദപ്രാർത്ഥനയിലൂടെ നന്മയിലേക്ക്, ധർമ്മത്തിലേക്ക്, മൂല്യത്തിലേക്ക്, വേണ്ടതിലേക്ക്, അനുഷ്ഠിക്കേണ്ടതിലേക്കൊക്കെ സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ വഴിയിലൂടെ പോകുക. അപ്പൊ ഇവിടെ കൃഷ്ണൻ പറയുന്നു, കിം കർമ്മ ഹിമ കർമ്മേതി കവയോ അപി അത്ര മോഹിത. വേദം പഠിപ്പിക്കുന്ന, വേദം പഠിച്ച, വേദമന്ത്രങ്ങൾ എഴുതിയ മഹാകവികൾ പോലും എന്താ, എവിടെ, വെൻ, വെയർ, വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ എന്ന 7 ചോദ്യങ്ങളുടെ ഉത്തരമാണ് കിം കർമ്മ കിം അകർമ്മേതി. ഈ 7 ചോദ്യങ്ങൾ മുമ്പിൽ വെച്ച് വേണം ഈ 2 വാക്കുകളെ വിശകലനം ചെയ്യാൻ. കിം കർമ്മ കിം അകർമ്മേതി കവയോ അപി അത്ര മോഹിത. ഏതാണ് നല്ലത്, ഏതാണ് ചീത്തത്, ചെയ്യേണ്ടതേത്, ചെയ്യരുതാത്തതേത് എന്നറിയണം. വൈ യു ആർ ഡൂയിങ്, വെൻ യു ആർ ഡൂയിങ്, വാട്ട് യു ആർ ഡൂയിങ്, ഹൗ യു ആർ ഡൂയിങ്, ഹു ആർ യു ടു ഡു ദാറ്റ്, ഫോർ ഹും യു ആർ ഡൂയിങ് ആൻഡ് ഹൗ യു ആർ ഡൂയിങ്. 7 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിനുശേഷമേ കർമ്മമാണോ അകർമ്മമാണോ, കർമ്മമാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണോ എന്ന് തിരിച്ചറിയാറുള്ളൂ. തദത്തെ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യത്തെ അശുഭാത്. അപ്പം നീ ചെയ്യേണ്ടത് എന്നുള്ളത് തത്, ആ കർമ്മം എന്താണെന്ന്, തേ നിനക്കായിക്കൊണ്ട്, അഹം പ്രവക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം അർജുന. യജ്ഞാത്വ ഏതൊന്ന് അറിഞ്ഞാലാണോ ചെയ്യേണ്ട പ്രവൃത്തി ഏതെന്നാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് ബോധ്യം വന്നാൽ, യജ്ഞാത്വ മോക്ഷ്യത്തെ അശുഭാത്. അപ്പൊ നീ അന്ധവിശ്വാസത്തിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മോചനം നേടും അർജുന. അപ്പൊ യഥാർത്ഥത്തില് നീ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, തെറ്റിദ്ധാരണകളിൽ നിന്നും, കൺഫ്യൂഷനിൽ നിന്നും, ശരിയാണോ തെറ്റാണോ എന്ന പലതരത്തിലുള്ള ചിന്തകളിൽ നിന്നും എല്ലാം നിനക്ക് മോക്ഷം നേടാൻ സാധിക്കും. മോചനം, മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം നേടാൻ, അതാണ് ഇവിടെ. സ്വർഗത്തിലേക്ക് പോകാനല്ല. മോക്ഷം എന്ന വാക്ക് മോക്ഷ്യസേ അശുഭത്വം മോക്ഷ്യസേ. മോക്ഷ്യത്തെന്ന് വെച്ചാൽ നീ മോചനം നേടുന്നു. യു ആർ ഗെറ്റിംഗ് റിഡ് ഓഫ് ദി കൺഫ്യൂഷൻ. You are getting rid of the contradictory statement, confused statement, negative statement and all type of negative thoughts. കാരണം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ അമ്മൂമ്മമാര് പറയാറില്ലേ, ഗോപാലകൃഷ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരാ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ശരിക്കും പറഞ്ഞു കൊടുക്കൂ. ഞാൻ മാതാമൃതാനന്ദമയുടെ ആശ്രമത്തിലെ കൈമനത്ത് നിരന്തരം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പണ്ട് നിരന്തരം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അമൃതാനന്ദമയുടെ ആശ്രമം കൈമനത്തുള്ളതും എന്റെ വീടും തമ്മിൽ കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ എനിക്ക് സ്കൂട്ടറിൽ വന്ന് ക്ലാസ് എടുക്കാം. ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറില്ല, നിങ്ങൾ കഴിയുന്നത്രയും 5 മണിക്ക് എഴുന്നേൽക്കുക, അതാണ് നല്ലത്. ഇനിയിപ്പോ പറ്റിയില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ഞാൻ കുറെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരാൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സാറ് പറ്റില്ലെങ്കിൽ വേണ്ട, പറ്റുമെങ്കിൽ ചെയ്യൂ, അതാണ് നല്ലത്. ഇത് അങ്ങനെയല്ല സാറ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഉറപ്പിച്ചു പറയണം. ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ള ഉറപ്പിച്ചു പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞാല് അത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലോ, ഞങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കാം. സാറ് പറയേണ്ടത് പറയണം. അല്ലാതെ സാറ് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും തൊടാതെ പറ്റുമെങ്കിൽ ചെയ്യാം, പറ്റിയില്ലെങ്കിൽ ചെയ്യണം, സാധിക്കുമെങ്കിൽ ചെയ്യാം, സാധിക്കില്ലെങ്കിൽ ചെയ്യാന്ന് പറയരുത്. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണൻ പറയുന്നത് നോക്കുക, തദത്തെ കർമ്മ പ്രവക്ഷ്യാമി. ശരിക്കും നീ ചെയ്യേണ്ടത് എന്താന്ന് അഹം പ്രവക്ഷ്യാമി. അത് മനസ്സിലാക്കിയാൽ യദ് ജ്ഞാത്വാ മോക്ഷ്യത്തെ അശുഭാത്. നിന്റെ അന്ധവിശ്വാസങ്ങളും കോൺട്രഡിക്ടറി ആയിട്ടുള്ള തോട്ടുകളും നിന്റെ കൺഫ്യൂഷനുകളും എല്ലാം മാറും. കൺഫ്യൂഷനുകളും മാറും. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് കൃത്യമായിട്ട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ മക്കളോട് പറയുമ്പോഴും ക്ലാരിറ്റി വേണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. പലപ്പോഴും എന്റെ മകനോട് ഞാൻ ചിന്താറുണ്ട്, അവന് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ അവന് കേൾക്കാനും താല്പര്യമില്ല. ഒറ്റ വരിയിൽ ഉത്തരം പറയണം. ഒറ്റ വരിയില് ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യന് അയാൾക്ക് MBBS MD DM ഉണ്ട്, അയാളുടെ ഡിഗ്രി ഒന്നും പറയണ്ട, എന്താ അച്ഛൻ പറയാൻ പോണതെന്ന് മാത്രം പറയും. അപ്പൊ പലപ്പോഴും എനിക്കും തോന്നാറുണ്ട്, എന്റെ ചേട്ടൻ എന്റെ മുമ്പിൽ വന്നിരുന്നാൽ ചേട്ടൻ ഇങ്ങനെ വളഞ്ഞു ഒരു വരി പറയുന്ന സ്ഥാനത്ത് അങ്ങനെ വളഞ്ഞ് കറങ്ങി വന്ന് പറയും. ചേട്ടാ കറക്റ്റ് പോയിന്റിൽ പറയൂ എന്നാണ് ഞാൻ ചേട്ടനോട് പറയാ. 1-2 വരിയിൽ പറഞ്ഞോളൂ, 3 വരിയിൽ അല്ല. പണ്ട് അയാളുടെ അടുത്തേക്ക് പോയപ്പോ എനിക്ക് ഇങ്ങനെ അതൊന്നും ഇപ്പൊ പറയല്ലേ, ഇപ്പൊ ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് മാത്രം പറയും. അതാണ് യഥാർത്ഥത്തിൽ മോക്ഷ്യത്തെ അശുഭാത്. കർമ്മം എന്താണെന്ന് ഷാർപ്പ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് ഐ എം ഗോയിങ് ടു ടെൽ യു ആഫ്റ്റർ ലിസണിംഗ് ദാറ്റ്. ഐ എം ഷുവർ ദാറ്റ് യുവർ കൺഫ്യൂഷൻ വിൽ ബി റിമൂവ്ഡ്.
ഇറേസ്ഡ് ഓഫ്, യുവർ കൺഫ്യൂഷൻ വിൽ ബി ഇറേസ്ഡ് ഓഫ്. അതാണ് കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നത്. അത് വേണമെങ്കിൽ സ്വീകരിച്ചോളാനല്ല. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പാണ് കൃഷ്ണൻ അപ്പുറത്ത് പറഞ്ഞത് എന്താണ്? പൂർവൈരപി മുമുക്ഷുഭിഹി ഏവം കൃതം കർമ്മ. പണ്ടുള്ളവർ ചെയ്തതാണ് ഞാൻ പറയുന്നത്, ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കി പറയുന്നതല്ല. ഞാൻ ഒരു കർമ്മത്തിലും ബന്ധിതമല്ല, കർമ്മബലത്തിലും ബന്ധിതമല്ല എന്ന് പൂർവികരായ ഋഷിമാർക്കറിയാം. ആ ഋഷിമാര് ചെയ്തതാണ് ഞാൻ നിന്നോട് പറയുന്നത്. അത് എന്താണ് എന്നുള്ളത് ഞാൻ വളരെ വളരെ വ്യക്തമായിട്ട് നിന്നെ അറിയിക്കാം. അടുത്തത് ഒരു വരി കൂടി വായിച്ചിട്ട് നിർത്താം. കർമ്മണ അപി ബോദ്ധവ്യം. എന്താണ് കർമ്മ എന്ന് നീ അറിയണം. ബോദ്ധവ്യം ച വികർമ്മണ. പ്രാധാന്യമുള്ളത് നല്ല കർമ്മം ഏതാണ്, ചീത്ത കർമ്മം ഏതാണ്, അകർമ്മണശ്ച ചെയ്യാൻ പാടില്ലാത്ത കർമ്മം എന്താണ്. ഇങ്ങനെ 3 എണ്ണം: കർമ്മം, വികർമ്മം, അകർമ്മം. ഈ 3 ബോദ്ധവ്യം ഗഹന കർമ്മണോഗതി. എന്നിട്ട് കർമ്മത്തിന്റെ ഗതി എന്താണെന്ന് വളരെ ഗഹനമായിട്ട് നീ പഠിക്കുക തന്നെ വേണം അർജുന. ഈ കർമ്മത്തെ കുറിച്ചിട്ടാണ് ധാരാളം പേർക്ക് സംശയമുണ്ട്. ഇപ്പൊ നോക്കാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? IMA നമ്മുടെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെ അതിശക്തമായിട്ട് എതിർത്തിരിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വിധത്തില് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ട് എതിർത്തിരിക്കുന്നു. സുപ്രീം കോടതി ശക്തമായിട്ട് എതിർത്തിരിക്കുന്നു. ഇവിടെയുള്ള മാധ്യമങ്ങൾ ശക്തമായിട്ട് ചിലത് എതിർത്തിരിക്കുന്നു. എന്തേ കാരണം? എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് അങ്ങേർക്ക് ഒരു പിടുത്തവും ഇല്ല, ഒരു ബോധം ഇല്ല. തീരുമാനമെടുക്കുന്നത് മരുമകന് വേണ്ടി മാത്രമാകുന്നു. അപ്പൊ കർമ്മമേത്, വികർമ്മമേത്, അകർമ്മമേത്, ചെയ്യേണ്ടതേത്, ചെയ്യാൻ പാടില്ലാത്തതേത്, സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടതേത്, ഇതിനെക്കുറിച്ച് ഒരു ബോധം ഇല്ല. അവിടെയാണ് നമ്മൾ ഇതുമാതിരിയുള്ള വരികൾ നമുക്ക് വളരെ വളരെയേറെ പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവില്ല. നാളെ എനിക്ക് പേഴ്സണൽ എൻഗേജ്മെന്റ് ഉണ്ട്. നേരത്തെ വരികയാണെങ്കിൽ ക്ലാസ് എടുക്കാം, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവില്ല, വേദത്തിന്റെ ക്ലാസ് ഉണ്ടാവില്ല എന്നറിയിച്ചുകൊണ്ട് ധന്യമായിട്ടുള്ള ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. പ്രണാമം എല്ലാവർക്കും. കൃഷ്ണാർപ്പണമസ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പുഷ്പങ്ങളും കൈകൂപ്പിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം എന്റെ കയ്യിലെടുത്ത് ഗുരുവായൂരപ്പന്റെയും പൂർണ്ണത്രൈശന്റെയും അതുപോലെ തന്നെ ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും സ്വാമി വിവേകാനന്ദന്റെയും ശ്രീകൃഷ്ണന്റെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ